ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ജൂലൈ 9 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് നോബഡി. പൃഥ്വിരാജ് നായകനായി നിസാം ബഷീർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ പാർവതി തിരുവോത്ത്, വിജയരാഘവൻ, ഹക്കിം ഷാ, നന്ദു അശോകൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം ആദ്യ ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 2,20,00,000 രൂപയാണ്. ഇന്ത്യൻ ഗ്രോസായി ഇന്നലെ 2,65,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. വേൾഡ് വൈഡ് ഗ്രോസുമായി ബന്ധപ്പെട്ട് കൃത്യമായ അപ്ഡേഷൻ പുറത്തു വന്നിട്ടില്ലെങ്കിലും 4.5 കോടി റേഞ്ചിലാണ് വേൾഡ് വൈഡ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം രണ്ടാം ദിവസം ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമ ബുക്ക് മൈ ഷോയിൽ മണിക്കൂറിൽ 1,500-2,000 ടിക്കറ്റ് വരെയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അതേസമയം സിനിമ അഡ്വാൻസ് ബുക്കിലൂടെ ഇന്നലെ കേരളത്തിൽ നേടിയെടുത്തത് 86 ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ രണ്ടാം ദിവസം ഇന്ന് വെള്ളിയാഴ്ച പ്രീസെയിലായി കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത് 38 ലക്ഷം രൂപയാണ്. ഇന്ന് മലയാളം, ഹിന്ദി, തെലുങ്ക്, കന്നഡ, തമിഴ്, ഇംഗ്ലീഷ് എന്നിങ്ങനെ വിവിധ ഭാഷകളിലായി 6ഓളം സിനിമകൾ തിയേറ്ററെത്തിയിട്ടുണ്ട്. ആകാശ് ഭാസ്കരൻ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, നിർമ്മാണം എന്നിവ നിർവഹിച്ച ഇതേ മുരളി എന്ന തമിഴ് സിനിമ ഇന്ന് കേരളത്തിലും റിലീസ് ചെയ്തിട്ടുണ്ട്. അഥർവ, പ്രീതി മുകുന്ദൻ, കയാദ് ലോഹർ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് എസ് തമൻ ആണ്. ചിത്രം ആവറേജ്, എബോ ആവറേജ്, ഡീസന്റ്, പോസിറ്റീവ് അഭിപ്രായമാണ് നിലവിൽ നേടിയെടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ പ്രീസെയിലായി ഈ സിനിമ നേടിയെടുത്തത് 85 ലക്ഷം രൂപയും കർണാടകയിൽ 8 ലക്ഷം രൂപയുമാണ്. കേരളത്തിൽ 2 ലക്ഷം ഉൾപ്പെടെ ഇന്ത്യൻ പ്രീസെയിലായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 95,60,000 രൂപയാണ്. ബുക്ക് മൈ ഷോയുടെ മണിക്കൂറിൽ ഈ സിനിമയ്ക്ക് 2,500-3,000 ടിക്കറ്റുകൾ വരെയാണ് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. അജയ് ദേവ്ഗൻ പ്രധാന താരമായി ഇന്ദ്രകുമാർ സംവിധാനം ചെയ്ത ധമാൽ 4 എന്ന ബോളിവുഡ് സിനിമ ഇന്ന് തിയേറ്ററിലെത്തിയിട്ടുണ്ട്. അർഷാദ് വാഴ്സി, റിതേഷ് ദേശ്മുഖ്, ജാവേദ് ജാഫരി, ഇഷാ ഗുപ്ത, സഞ്ജീത ഷെയ്ഖ്, വിജയ് പട്കർ എന്നിങ്ങനെ നല്ലൊരു താരനിരയും ഈ സിനിമയിലുണ്ട്. ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് ടി സീരീസ്, പനോരമ സ്റ്റുഡിയോസ്, അജയ് ദേവ്ഗൻ ഫിലിംസ്, മാരുതി ഇന്റർനാഷണൽ, ആനന്ദ് പണ്ഡിറ്റ് എന്നിങ്ങനെ വിവിധ ബാനറുകൾ ഒരുമിച്ച് ചേർന്നാണ്. 200 കോടി രൂപയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത്. വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമയ്ക്ക് മണിക്കൂറിൽ ബുക്ക് മൈ ഷോ സൈറ്റിലൂടെ വിറ്റുകൊണ്ടിരിക്കുന്നത് 15,000-16,000 ടിക്കറ്റുകൾ വരെയാണ്. സിനിമയുടെ പ്രീസെയിലുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ സിനിമ കർണാടകയിൽ 33 ലക്ഷം, തെലങ്കാനയിൽ 28 ലക്ഷം, ആന്ധ്രയിൽ 2 ലക്ഷം, തമിഴ്നാട്ടിൽ 8 ലക്ഷം, കേരളത്തിൽ 1 ലക്ഷം എന്നിങ്ങനെ 5,51,00,000 രൂപയാണ് ഇന്ത്യൻ പ്രീസെയിലായി ആദ്യ ദിവസം നേടിയെടുത്തിട്ടുള്ളത്. ഇന്ന് തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് ലെനിൻ. മുരളി കിഷോർ അബുരു തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അഖിൽ അക്കിനേനി, ഭാഗ്യശ്രീ ബോൾസെ, സുനിൽ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ലിയോൺ ബ്രിട്ടോ സിനിമാറ്റോഗ്രാഫി, നവിൻ നൂലി എഡിറ്റിംഗ് നിർവഹിക്കുന്നു. എസ് തമനാണ് ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ഈ സിനിമയുടെ പ്രീസെയിലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തെലങ്കാനയിൽ 1,18,00,000, ആന്ധ്രയിൽ 1,16,00,000, കർണാടകയിൽ 25 ലക്ഷം, തമിഴ്നാട്ടിൽ 1,50,000 എന്നിങ്ങനെ ഇന്ത്യൻ പ്രീസെയിലായി 2,61,00,000 രൂപയും വിദേശത്ത് 1,07,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. വേൾഡ് വൈഡ് പ്രീസെയിലായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 3,67,00,000 രൂപയാണ്. മദർ പ്രോമിസ് എന്ന കന്നഡ സിനിമ ഇന്ന് തിയേറ്ററിലെത്തിയിട്ടുണ്ട്. ധനഞ്ജയ, പൂർണ്ണചന്ദ്ര മൈസ്രു, നാഗഭൂഷണ, ഗീത, വിനയ പ്രസാദ് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ കർണാടകയിൽ 13 ലക്ഷം രൂപ പ്രീസെയിലായി നേടിയെടുത്തിട്ടുണ്ട്. ക്രിസ്റ്റഫർ നോളൻ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ഹോളിവുഡ് സിനിമ ദി ഒഡീസി ഇന്ന് തിയേറ്ററിലെത്തിയിട്ടുണ്ട്. മോഹൻലാൽ നായകനായി സിവി മലയിൽ സംവിധാനം ചെയ്ത് 1989 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ കിരീടം എന്ന സിനിമ 4K റീമാസ്റ്റർ ചെയ്ത് റീ റിലീസായി ഇന്ന് തിയേറ്ററിലെത്തിയിട്ടുണ്ട്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.